ഏവർക്കും സ്നേഹവന്ദനം. ഈ അടുത്ത സമയത്ത് നമ്മുടെ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്ത സമയത്ത് അദ്ദേഹം തൻ്റെ പിതാവിൻ്റെ പേരും കൂടെ പറഞ്ഞിട്ട് ആ പേരിനോടൊപ്പം മേനോൻ എന്ന് കൂട്ടിച്ചേർത്ത് അദ്ദേഹം തൻ്റെ പേരും കൂടെ ഉച്ചരിക്കുകയുണ്ടായി. അതിനെ സംബന്ധിച്ച ചില ആളുകൾ വളരെ വിമർശനമായിട്ട് മുന്നോട്ട് വരികയുണ്ടായി. അദ്ദേഹം ഒരു മേനോൻ കുടുംബത്തിൽ ഉൾപ്പെട്ടവനാണ് എന്നുള്ളത് നമുക്കറിയാം. അത് വളരെ സന്തോഷകരമായ കാര്യം തന്നെയാണ്. ഞാനത് സന്തോഷിക്കുന്നതിൻ്റെ ഒരു കാരണം, ഈ വിശുദ്ധ ബൈബിൾ, ഞാൻ നാട്ടിലുള്ള വിശുദ്ധ ബൈബിൾ ഞാൻ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന മലയാള ഭാഷയിലുള്ള ഈ വിശുദ്ധ ബൈബിള് എൻ്റെ കൈകളിലെത്താൻ കാരണക്കാരൻ ഒരു ചാത്തുമേനോനാണ്. ചാത്തുമേനോൻ എന്ന് പറയുന്ന പാലക്കാടുകാരൻ, ഒലവക്കോടുള്ള ചാത്തുമേനോന്റെ നിരന്തരമായിട്ടുള്ള പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് അദ്ദേഹം പരിഭാഷപ്പെടുത്തിയത് കൊണ്ടാണ് ഇന്ന് നമുക്ക് വിശുദ്ധ ബൈബിൾ നമ്മുടെ സ്വന്തം ഭാഷയിൽ വായിക്കുവാൻ ഇടയായിത്തീർന്നത്. ഞാൻ ഓർക്കുന്നുണ്ട് 1816 ബെഞ്ചമിൻ ബെയ്ലി എന്ന് പറയുന്ന ഒരു പട്ടക്കാരൻ, ഒരു അച്ഛൻ, പള്ളിയിലെ അച്ഛൻ വരികയുണ്ടായി. അദ്ദേഹം ഒരു CMSന്റെ ചർച്ച് മിഷണറി സൊസൈറ്റിയുടെ മിഷണറി പട്ടക്കാരനായിട്ടാണ് കോട്ടയത്ത് വന്നത്. അദ്ദേഹം അവിടെ പള്ളിക്കൂടമൊക്കെ ആരംഭിച്ച ആളാണ്. അപ്പം അദ്ദേഹത്തിന് ഏറ്റവും വലിയൊരു ആഗ്രഹം, ആ ആഗ്രഹം വരാൻ കാരണം അദ്ദേഹത്തെയൊക്കെ ഇവിടെയൊക്കെ കൊണ്ടുവന്നത് കേണൽ ജോൺ മൺറോ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ നിർബന്ധത്താലാണ്. കേണൽ ജോൺ മൺറോ ആയിരുന്നു അന്നത്തെ റെസിഡന്റ്. കേണൽ ജോൺ മൺറോ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരാഗ്രഹം, നമ്മുടെ നാട്ടിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന ജാതി വ്യവസ്ഥകളും മനുഷ്യർ തമ്മിലുള്ള അസ്പൃശ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ, ഇങ്ങനെയുള്ളതൊക്കെ പരിഹരിക്കപ്പെടണമെങ്കിൽ സർവ്വ ജനത്തെയും സ്നേഹിക്കുന്നവനായ ദൈവത്തിന്റെ വചനം എല്ലാവരുടെ ഉള്ളിൽ വന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് അദ്ദേഹം ആഗ്രഹിച്ചത് കൊണ്ടാണ് ബെഞ്ചമിൻ ബെയ്ലി പോലുള്ള പ്രഗത്ഭരായിട്ടുള്ള മിഷണറി പട്ടക്കാരെയൊക്കെ നമ്മുടെ ദേശത്തിലേക്കൊക്കെ അയച്ചത്. അദ്ദേഹം വന്നിട്ട് ആദ്യം ചെയ്തത്, ചില ആളുകളെ സെലക്ട് ചെയ്തിട്ട് പണ്ഡിതന്മാരായിട്ടുള്ള, എന്ന് വെച്ചാൽ സംസ്കൃതം അറിയണം, സുറിയാനി ഭാഷ പഠിക്കാൻ താല്പര്യമുണ്ടാകണം, ഇംഗ്ലീഷ് നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നവരായിരിക്കണം, അതോടൊപ്പം തന്നെ ഗ്രീക്ക് പഠിക്കണം, ഹീബ്രു ഭാഷയിൽ നിന്ന് പരിഭാഷപ്പെടുത്തുന്നുണ്ട്, ഹീബ്രു അറിയണം. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പാണ്ഡിത്യമുള്ള ആളുകളെ ആയിരുന്നു അന്ന് അന്വേഷിച്ചത്. അതിൽ പ്രാഗൽഭ്യം തെളിയിച്ച ഒരു വ്യക്തിയാണ് നമ്മുടെ ചാത്തുമേനോൻ, ഒലവക്കോട്ടുകാരനായ ചാത്തുമേനോൻ. അദ്ദേഹം അന്ന് ബൈബിള് പരിഭാഷപ്പെടുത്തുന്നതിന് മുമ്പായിട്ട് അദ്ദേഹം ഒരു തഹസീൽദാരായിരുന്നു. ഈ ജോൺ മൺറോ ആണ് ഇവിടെ തഹസീൽദാർ എന്നും വില്ലേജ് ഓഫീസർ എന്നൊക്കെ ഉള്ള താസ്തികകൾ കൊണ്ടുവന്നു. അതിനൊക്കെ മുമ്പ് വേറെ പേരിലൊക്കെ അറിയപ്പെടുകയും അങ്ങനത്തെ താസ്തികളൊന്നും ഇല്ലാതിരിക്കുകയൊക്കെ ചെയ്ത അധികാരി എന്ന് മാത്രമുള്ള രീതിയിലായിരുന്നു അന്നൊക്കെ അറിയപ്പെടുന്നത്. അദ്ദേഹം ഒരുപാട് ഭരണപരിഷ്കാരങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് പിന്നീടൊരു വീഡിയോ വിശദമായിട്ട് ചെയ്യാം. എൻ്റെ തീസിസ് വർക്കിനകത്ത് ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ PhD തീസിസിൽ ഞാനത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹത്തെക്കുറിച്ച്. അത് ഞാൻ പിന്നീട് പറയാം. ഞാൻ കേണൽ ജോൺ മൺറോയെ കുറിച്ച് വളരെ മനോഹരമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. എൻ്റെ ഈ ഒരു പുസ്തകം, ഞാൻ എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമാണിത്. ഫ്രീ ഇന്ത്യ, ദ സീഡ് ഓഫ് ലിബറേഷൻ എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള ഒരു പുസ്തകമായിട്ടാണ് പലരും പറയുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ BA ക്രിസ്ത്യൻ സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. ആ പ്രോഗ്രാമിലേക്ക് സിലബസ് തയ്യാറാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ കൂടെ ഞാൻ എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമാണിത്. ഫ്രീ ഇന്ത്യ, ദ സീഡ് ഓഫ് ലിബറേഷൻ, PhD തീസിസുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു മനോഹരമായ പുസ്തകം, സ്വതന്ത്ര ഇന്ത്യ, വിമോചനത്തിന്റെ വിത്ത് എന്നുള്ള ഈ മനോഹരമായ മലയാളം പുസ്തകം. ഈ പുസ്തകത്തിന് 308 പേജുകളാണ്. ഇതിന്റെ വില 290 രൂപയാണ്. നിങ്ങൾ പോസ്റ്റേജും കൂടെ അയച്ചു തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കിട്ടും. ഇത് 400 രൂപയാണ് വില. രണ്ടും കൂടെ നിങ്ങൾ ഒരുമിച്ചെടുക്കുകയാണെങ്കിൽ പോസ്റ്റേജ് ഇല്ലാതെ തന്നെ 700 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെട്ടാൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അദ്ദേഹത്തെക്കുറിച്ച് വിശദമായിട്ട് ഞാൻ ഈ എൻ്റെ പഠനങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ നിർബന്ധത്താൽ ബെഞ്ചമിൻ ബെയ്ലി പോലുള്ള CMS മിഷണർമാർ വരികയും അങ്ങനെ അവര് തഹസീൽദാറായിരുന്ന ചാത്തുമേനോനെ ഇരട്ടി ശമ്പളം കൊടുത്ത് ബൈബിൾ പരിഭാഷയ്ക്ക് വേണ്ടി ഇരുത്തുകയും ചെയ്തു. അങ്ങനെയുള്ള ആ ചാത്തുമേനോൻ വളരെ കൃത്യമായിട്ട് ബൈബിൾ പരിഭാഷപ്പെടുത്തിക്കൊണ്ടിരിക്കെ അദ്ദേഹം യേശു ക്രിസ്തു തൻ്റെ രക്ഷിതാവും ഏക കർത്താവുമാണെന്നുള്ളത് മനസ്സിലാക്കുവാനും, അങ്ങനെ അദ്ദേഹം ബൈബിളിലെ പുതിയ നിയമ ഭാഗത്തിന്റെ ഒരു ഭാഗത്തെത്തിയപ്പോൾ യേശു ക്രിസ്തുവാണ് യഥാർത്ഥത്തിലുള്ള ജീവിത രക്ഷിതാവ് എന്ന് ഉൾക്കൊണ്ടുകൊണ്ട് ആ കർത്താവിനെ സ്വീകരിക്കുകയും അദ്ദേഹം പിന്നീട് 4 വർഷങ്ങൾക്ക് ശേഷം മാമോദിസ സ്വീകരിച്ച് ക്രിസ്തീയ സഭയുടെ ആദ്യത്തെ ഒരു തദ്ദേശീയ ശുശ്രൂഷകനായിട്ട് മാറുകയൊക്കെ ചെയ്തു. അദ്ദേഹം സ്വയമേ സ്വീകരിച്ച പേരാണ് ജോസഫ് ഫെൻ എന്നുള്ളത്, ചാത്തുമേനോൻ. അപ്പൊ നമ്മുടെ മുഖ്യമന്ത്രി ഒരു മേനോനാണ്. കാരണം അദ്ദേഹം തന്നെ ആ മേനോൻ എന്നുള്ള പദം ഉപയോഗിച്ചത് കൊണ്ട് ഇപ്പോൾ അതൊരു ചെറിയ ആളുകളൊക്കെ വിമർശിക്കുകയും ചിലർ അനുകൂലിക്കുകയൊക്കെ ചെയ്ത് സംസാരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം പറഞ്ഞാണ്. എനിക്ക് അദ്ദേഹത്തെ നേരത്തെ അറിയാം. എനിക്ക് വലിയ ബഹുമാനമാണ് നമ്മുടെ മുഖ്യമന്ത്രിയോട്. അദ്ദേഹത്തിന്റെ ആ ഊർജ്ജസ്വലത, അദ്ദേഹത്തിന്റെ ആർജവം,
തന്മയത്വം, അതൊക്കെ വളരെയധികം പ്രശംസനീയമാണ്. അത് നിലനിർത്തപ്പെടണം. അത് നമ്മൾ അദ്ദേഹത്തെ ഓർത്ത് ദിനംതോറും പ്രാർത്ഥിക്കണം. കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കുകയും പരസ്പരം സ്നേഹിച്ചും ഒക്കെ നമുക്ക് നമ്മുടെ രാജ്യത്തിന്റെ, നമ്മുടെ നാടിന്റെ പുരോഗതിക്ക് വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കുകയും ചെയ്യാം. ഞാൻ പറഞ്ഞു വന്നത് ബൈബിളിനെ സംബന്ധിച്ചാണ്. അപ്പോൾ ബൈബിൾ എന്ന് പറയുന്നത് അതൊരു സാർവലൗകികമായിട്ടുള്ള സന്ദേശമാണ് നൽകി തരുന്നത്. അതിനകത്ത് ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യാനിയെന്നോ വേർകൃത്യങ്ങളില്ല. ബൈബിൾ പ്രചരിപ്പിക്കുന്ന സന്ദേശം സർവ്വലൗകികമാണ്. അതിന്റെ ആഹ്വാനം തന്നെ സകല ഭൂവാസികളുമായുള്ളവരെ എന്നാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിൽ അങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. തുടർന്ന് പുതിയ നിയമത്തിൽ നമ്മൾ വായിക്കുമ്പോൾ സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു, കർത്താവായ യേശു ക്രിസ്തു ഐഹികമായിട്ടുള്ള അവതാരം ചെയ്തു എന്നുള്ള ആ വലിയ വാർത്ത ദൂതവൃന്ദങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ ഈ ഒരു സന്ദേശം നൽകിക്കൊണ്ടാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കേവലം കടലും മലയും കൊണ്ട് അതിർത്തി തിരിച്ച ഒരു ഭൂവിഭാഗത്തിന്റെ കഥ പറയുന്ന പുസ്തകമല്ല. നേരെ മറിച്ച് എല്ലായിടത്തുമുള്ള എല്ലാവരോടും അരുളി ചെയ്യുന്ന ദൈവത്തിന്റെ പ്രഖ്യാപനമാണ് തിരുവചനമായിരിക്കുന്ന വിശുദ്ധ ബൈബിൾ. അതുപോലെ ബൈബിളിന്റെ മറ്റൊരു പ്രത്യേകത, അത് പ്രഖ്യാപിക്കുന്ന ആധ്യാത്മിക മുക്തിയും അത് പ്രഖ്യാപിക്കുന്ന സ്വാതന്ത്ര്യവും എല്ലായിടത്തുമുള്ള എല്ലാവർക്കും വേണ്ടിയാണ്. അതാണ് അപ്പോസ്തല നടപടികൾ, ആക്ട്സ് ഓഫ് അപ്പോസ്റ്റൽസ് അതിന്റെ 17-ാം അധ്യായത്തിന്റെ 30-ാം വാക്യത്തിൽ പറയുന്നത് എല്ലായിടത്തുമുള്ള എല്ലാവരോടും ദൈവം അരുളി ചെയ്യുന്നത്. അപ്പൊ ആ നിലയിൽ ബൈബിൾ ഒരു സർവ്വജനീക സാന്നിധ്യമായി മനുഷ്യവർഗത്തിന് ഒന്നടങ്കം ആഹ്വാനം ചെയ്യുകയും മനുഷ്യവർഗത്തിന് വേണ്ടി ഒരുപോലെ നിലകൊള്ളുകയും ചെയ്യുന്നു. 4-മതായിട്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഐഹിക അവതാരവും ക്രൂശ് മരണവും എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണെന്ന് വിശുദ്ധ ബൈബിളിന്റെ സർവ്വജനകീയതയുടെ സവിശേഷതയായിട്ട് പ്രഖ്യാപിക്കുന്നു. അതുകൊണ്ട് ബൈബിൾ സാർവജനീകമായിട്ടുള്ള ഒരു സാഹിത്യമാണെന്ന തലകുലുക്കി നമുക്ക് സമ്മതിക്കാതെ വയ്യ. ലോകത്തിലെ മറ്റൊരു മതഗ്രന്ഥങ്ങൾക്കും ഇല്ലാത്ത ഒരു പ്രത്യേകതയാണ് വിശുദ്ധ ബൈബിളിനെ കുറിച്ച് ഈ വിധം പറയുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ചില ആളുകൾ ബൈബിളിന്റെ കസ്റ്റോഡിയൻസ് ആയിട്ട് വരികയും ചില ആളുകൾ മതത്തിന്റെ വേലി കെട്ടിയിട്ട് മറ്റുള്ളവരെ അപരവൽക്കരിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ഒരു സമ്പ്രദായം നമ്മുടെ നാട്ടിലുണ്ട്. അത് പാടില്ല. നമ്മളെല്ലാവരും ഒരേ ദൈവത്തിന്റെ മക്കളാണ്. നമ്മളെല്ലാവരെയും സ്നേഹിക്കുന്ന ദൈവത്തെ സ്നേഹിക്കുവാനായി വിളിക്കപ്പെട്ടവരാണ്. ആ സ്നേഹത്തിന്റെ പൂർണ്ണത യേശു ക്രിസ്തുവിലൂടെ നമുക്ക് വെളിപ്പെട്ടു തരികയും ആ ക്രിസ്തുവിന്റെ വചനം തിരുവെഴുത്തായിട്ട് വിശുദ്ധ ബൈബിളായിട്ട് നമ്മുടെ ഭാഷയിൽ നമുക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതെല്ലാവരും വായിക്കുവാനും പഠിക്കുവാനും ഈ സാർവത്രികമായിട്ടുള്ള ദൈവവചനത്തെ നമുക്കൊരുമിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകാനും കർത്താവ് ഇടയാക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.